ഇനി ചക്ക എന്ന് പറയാനില്ല. പ്ലാവുമത്തെ ലാസ്റ്റ് ചക്കയും കൂടെ ഇട്ടാണ്ട് ഇതാ നന്നാക്കി വെച്ചിട്ടുണ്ട്. അടപ്പത്ത് വേവിച്ച് വെച്ചിട്ടുമുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നാളികേരം അമ്മീമ്മ കൊണ്ടുപോയി അരച്ചു. കാരണം കറണ്ടില്ല, നല്ല മഴയത്ത് കറണ്ടൊക്കെ പോയി. നാളികേരത്തേക്ക് ഇതാ വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, കുരുമുളക്, ജീരകം എന്ന് പറഞ്ഞതൊക്കെ ചേർത്ത് കൊടുത്താണ്ട് ഒന്ന് ചതച്ചെടുത്താണ്ട് ഇതാ വെന്ത ചക്കയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാകത്തിനുള്ള ഉപ്പും മുളകും പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചക്കയിൽ ചേർത്ത് കൊടുത്താണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ ഇങ്ങോട്ട് വറുത്തെടുക്കാം. പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തു. കടുക് ഇതാ പടപടോ പറഞ്ഞ് പൊട്ടണം. പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. പുറത്ത് ഇതാ നല്ല മഴ. ഉണക്കമുളക്, അതായത് വറ്റൽമുളക് ചക്കയ്ക്ക് ചേർത്ത് കൊടുക്കാൻ നോക്കിയപ്പോൾ സംഗതി വറ്റൽമുളകില്ല. അതുകൊണ്ട് കുറച്ച് അധികം കറിവേപ്പില ചേർത്താണ്ട് ചക്ക വറുത്തെടുത്തു കേട്ടോ. അങ്ങനെ ചക്കേൻ്റെ കഥ ഇവിടെ തീർന്നു. പിന്നെ ഇതാ ചോറ് വിളമ്പാനായി. ചക്ക കൂട്ടാനും പപ്പടം, നല്ല നാളികേരം നാടൻ ചമ്മന്തി അരച്ചിട്ടുണ്ട്. ചീനപ്പറങ്കി മുളക് ഇട്ടാണ്ട് ഒരു കുഞ്ഞു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ